ഇപ്പൊ BJP ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്താ നമ്മുടെ ചിറ്റപ്പൻ പറഞ്ഞത്? BJP കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം LDFന്റെ കൺവീനറാണോ NDAയുടെ കൺവീനറാണോ? LDFന്റെ കൺവീനർ പറയും ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ 3ാം സ്ഥാനത്ത് പോകുന്നു. എന്നിട്ട് പിന്നെ സ്ഥാനാർത്ഥികളെ പറ്റി ഒരു പുകഴ്ത്തല്. ഇപ്പൊ പഴയ അന്തർധാരയൊന്നുമല്ല, അന്തർധാര എന്നുള്ള വാക്കൊക്കെ മാറ്റിയേക്കും. ഇപ്പൊ പരസ്യമായിട്ടുള്ള ബന്ധമാണ്. കേരളത്തിൽ CPM BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിനെ തകർക്കുക, UDFനെ ഇല്ലായ്മ ചെയ്യുക, BJP ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസും UDFും തകരുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. കേരളത്തിലെ 4 BJP സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ന് അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാക്കുന്നതാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 5 മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണപ്പോര് നടക്കുമ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്ന തർക്കം മുറുകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. നാളെ പാലക്കാട് മോദി എത്തുമ്പോൾ കേരളത്തിൽ BJP ലക്ഷ്യമിടുന്ന 5 മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാകും. തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും ഇളക്കിമറിച്ച ശേഷമാണ് മോദിയുടെ പാലക്കാട്ടേക്കുള്ള ഈ വരവ്. LDFും BJPയും തമ്മിലുള്ള മത്സരമെന്ന EP ജയരാജന്റെ പ്രസ്താവന നാക്ക് പിഴവല്ല, BJPക്ക് വഴിയൊരുക്കലാണെന്ന ആരോപണം ശക്തമാക്കുന്നു UDF. EPയെ കൊണ്ട് BJP അനുകൂല വർത്തമാനം പറയിപ്പിക്കുന്നുവെന്നാണ് പ്രചാരണം. LDFും UDFും BJPയെ ചൊല്ലി പരസ്പരം പഴിചാരുമ്പോൾ മോദിയുടെ തുടർച്ചയായ വരവുകൾ അക്കൗണ്ട് തുറക്കുന്നതിൽ എത്തുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വോട്ടാകുന്ന അന്തർധാര കേരളത്തിലുണ്ടോ? പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണു, BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് ചേരുന്നത്. ശ്രീ സേനാപതി വേണു, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉള്ളതാണ്, പ്രത്യേകിച്ച് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഈ അന്തർധാര എന്ന പല്ലവി. ഇത്തവണയും UDF അതേ കാര്യം പറയുകയാണല്ലോ, CPMും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന്. അതിനെ ഉപയോഗിക്കുന്നതാകട്ടെ EP ജയരാജന്റെ ആ പ്രസ്താവനയാണ്, ഈ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയുള്ള പ്രസ്താവന. അതുമാത്രമല്ല, BJPയും LDFും തമ്മിലുള്ള മത്സരം നടക്കുന്നു എന്നുള്ള പ്രസ്താവന. എന്താണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ അന്തർധാര വോട്ടാകുന്ന ഒരു സാഹചര്യമാണോ കേരളത്തിലുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ BJPയെയും ഇവിടെ ഭയപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 മണ്ഡലത്തിലെങ്കിലും BJP ഉന്നം വയ്ക്കുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ അങ്ങനെ സമ്മതിക്കേണ്ടി വരും. മഞ്ജുഷ, ഈ മണ്ഡലങ്ങളിലൊന്നും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഒരു ഉത്കണ്ഠയോ ആശങ്കയോ വേവലാതിയോ ഒന്നുമില്ല. പക്ഷേ വർത്തമാനകാലത്ത് നടക്കുന്ന ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഈ സമീപ ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതായ 2-3 രാഷ്ട്രീയ കാര്യങ്ങൾ. അതൊന്ന്, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ LDFന്റെ സംസ്ഥാന കൺവീനറുമായ EP ജയരാജന്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവന കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അതിൽ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും അതിൽ അന്തർലീനമായിരിക്കുന്നത്, അത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അതെന്താണ് എന്നുള്ളത് അത് കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അത് മറ്റൊന്നുമല്ല, BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അത് മികച്ച സ്ഥാനാർത്ഥി പട്ടിക എന്നാണ്. ഇപ്പോ BJPയുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമാ താരം എന്ന നിലയിൽ സുരേഷ് ഗോപി അദ്ദേഹം അറിയപ്പെടുന്നതാണ്, കുഴപ്പമില്ല. കേന്ദ്രത്തിൽ മുൻ മന്ത്രിയും രാജ്യസഭാ അംഗവും എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ, പക്ഷെ അദ്ദേഹം കേരളത്തിൽ സുപരിചിതനല്ല, എങ്കിലും അറിയപ്പെടുന്ന ഒരാൾ. പിന്നെ അറിയപ്പെടുന്ന 2 രാഷ്ട്രീയ നേതാക്കൾ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് എന്ന് പറയുന്നത്, ഒന്ന് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി CV മുരളീധരനും ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനുമാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഒരു വാദത്തിന് വേണ്ടി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് കോഴിക്കോട് മത്സരിക്കുന്ന ഒരു BJP നേതാവ് എന്ന് പറയുന്നത് MG രമേശ് മാത്രമാണ്.
അപ്പോ ഇവരൊഴിച്ച് ബാക്കിയുള്ള BJPയുടെ നേതാക്കളെല്ലാം ഒരു ജില്ലയിൽ മാത്രം അറിയപ്പെടുന്നവർ, അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം അറിയപ്പെടുന്നവർ. ഇപ്പൊ പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയതിലൊന്നും ഞങ്ങൾ അതിനെയൊന്നും കുറ്റപ്പെടുന്നില്ല. പക്ഷേ പാലക്കാട് മത്സരിക്കുന്ന C. കൃഷ്ണകുമാർ ജില്ലയിൽ മാത്രം അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സംസ്ഥാന വ്യാപകമായി അദ്ദേഹം അറിയപ്പെടുന്നയാൾ തന്നെയാണ് BJP. ഞാൻ പറഞ്ഞത് BJPയുടെ പട്ടിക ഒരു പ്രമുഖരുടെ പട്ടികയാകുമായിരുന്നു. എങ്ങനെയാണ്? ശ്രീ കുമ്മനം രാജശേഖരൻ മത്സര രംഗത്തുണ്ടെങ്കിൽ, ശ്രീ O. രാജഗോപാൽ മത്സര രംഗത്തുണ്ടെങ്കിൽ, ശ്രീ P.K. കൃഷ്ണദാസ് മത്സര രംഗത്തുണ്ടെങ്കിൽ, K. സുരേന്ദ്രൻ മത്സര രംഗത്തുണ്ടെങ്കിൽ, ഇനിയിപ്പം അങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ മത്സര രംഗം, PS ശ്രീധരൻപിള്ള ഗവർണറാണെങ്കിൽ മത്സരിക്കും. ഇപ്പോൾ തമിഴക സെൽവി മത്സരിക്കാനായിട്ട് തെലങ്കാനയില് രാജി കൊടുത്തിരിക്കുന്നു. അവരിപ്പോ തമിഴ്നാട്ടിലേക്ക് മത്സരത്തിന്റെ രംഗത്തേക്ക് വരികയാണ്. അങ്ങനെയുള്ള പ്രമുഖരാരെങ്കിലും മത്സരിക്കുന്ന ഒരു പട്ടികയെ കുറിച്ചാണ് CP ജയരാജന്റെ പ്രസ്താവനയെങ്കിൽ നമുക്കത് ഒരു മുഖവിലയ്ക്ക്. അല്ല, EP ജയരാജൻ അങ്ങനെ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി എന്നതുകൊണ്ട് ഇങ്ങനെ BJPയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് എന്നൊക്കെ പറയുമ്പോൾ LDF സ്വയം തോൽവി സമ്മതിക്കുന്നു ഇങ്ങനെ ഒരു അന്തർധാരയിലൂടെ, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ 2 തവണയും മത്സരം നടന്നത് BJPയും UDF-ഉം തമ്മിലാണ്. ആറ്റിങ്ങലിൽ അടുത്ത ത്രികോണ മത്സരം ഉണ്ടെങ്കിൽ പോലും അവിടെ LDF ശക്തരായിരുന്നു, കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട്ടെ കാര്യം എടുക്കുകയാണെങ്കിൽ ത്രികോണ മത്സരമാണ്, പക്ഷേ അവിടെ UDF ആണ് കഴിഞ്ഞ തവണ ജയിച്ചത്. തൃശ്ശൂരിലെ കാര്യം എടുക്കുകയാണെങ്കിൽ BJP 3ാമതായിരുന്നു, അവിടെ UDF ജയിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിനൊരു കോമൺ പ്രസ്താവനയായിട്ട് എന്തോ EP ജയരാജൻ BJPക്കാർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്, LDFന്റെ കൺവീനർ അല്ല NDAയുടെ കൺവീനറാണ് EP ജയരാജൻ എന്നൊക്കെ പറയുമ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലോട്ട് പോലെയേ തോന്നുകയുള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് മഞ്ജുഷ, അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയം എന്താ, അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇവർ 2 കൂട്ടരും ആഗ്രഹിക്കുന്നത് എന്താ? കേരളത്തിലെ BJPക്കാർ ആഗ്രഹിക്കുന്നത് എന്താ? കോൺഗ്രസിന്റെ ഒരു പാർലമെന്റ് അംഗത്തിന്റെ എങ്കിലും എണ്ണം കുറയ്ക്കുക. അവര് കോൺഗ്രസ് മുക്ത ഭാരതം അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും അതിനെ ആഗ്രഹിക്കുന്നവരുമാണ് ഇന്ത്യയിലെ BJPക്കാർ. ആ BJPക്കാരിൽ നിന്ന് വ്യത്യസ്തരല്ലോ കേരളത്തിലെ BJPക്കാർ. CPM-ഉം ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നത് എന്താ? കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു സീറ്റ് കുറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾക്ക് സാധ്യതയാണ്. അപ്പൊ 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്, 2 കൂട്ടരുടെയും ശത്രു ഒന്നാണ്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രോസ് വോട്ടിങ്ങിലൂടെ BJPയെ തോൽപ്പിക്കുവാനല്ലേ ഇവിടെ LDF-ഉം UDF-ഉം ശ്രമിച്ചിട്ടുള്ളൂ, അതിൽ വിജയം വരിച്ചിട്ടുള്ളൂ. നിരവധി ഉദാഹരണങ്ങൾ ഇതിനുണ്ടല്ലോ. ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർ 2 കൂട്ടരും ആഗ്രഹിക്കുന്നത്, BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകർന്നാൽ അല്ലെങ്കിൽ UDF തകർന്നാൽ ആ UDFന്റെ പ്ലാറ്റ്ഫോമിൽ കയറി പറ്റാമെന്നുള്ളതാണ് BJPയുടെ ആഗ്രഹം. CPM ആഗ്രഹിക്കുന്ന എന്താ? ഏതെങ്കിലും ഒരു സീറ്റിൽ UDFന് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീറ്റ് ഞങ്ങളുടേതാക്കാം, ഞങ്ങൾക്ക് വിജയിക്കാം എന്നുള്ള ആ ഒരു അങ്ങനെ നിങ്ങളെ തകർക്കുവാൻ ഉദ്ദേശിക്കുന്ന ഏത് സീറ്റാണ് എടുത്തു പറയാനുള്ളത്? LDF BJPയുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും. അങ്ങനെ വരികയാണെങ്കിൽ LDF സ്ഥാനാർത്ഥിയും തോൽക്കണമല്ലോ, അവിടെ BJP ജയിക്കണമല്ലോ, അതാണല്ലോ വരേണ്ടത് അല്ലേ? അതോ ഇനി BJP LDFന് വോട്ട് ചെയ്തുകൊണ്ട് UDFനെ തോൽപ്പിക്കുന്നതാണോ? ഏതാണെങ്കിലും അങ്ങനെയുള്ള സീറ്റുകൾ ഏതെല്ലാമാണ്? അല്ല, ഇനി LDF ജയിച്ചു കഴിഞ്ഞാലും BJP ജയിച്ചു കഴിഞ്ഞാലും ഇവർക്ക് 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, കോൺഗ്രസിന്റെ സീറ്റിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന് 2 കൂട്ടരും ആഗ്രഹിക്കുമ്പോൾ ഇവർ 2 കൂട്ടരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നതായതുകൊണ്ട് ഇവർക്ക് ആർക്ക് എവിടെ വേണമെങ്കിലും ഇവർക്ക് സഹായിക്കാൻ പറ്റും. ആ സഹായം ഉണ്ട് എന്നുള്ളത് മഞ്ജുഷെ, RSSന്റെ നേതാവാണല്ലോ ശ്രീ ബാലശങ്കർ. അവരുടെ മുഖപത്രമായ ഓർഗനൈസറിന്റെ എനിക്ക് തോന്നുന്നത് അതിന്റെ എഡിറ്ററോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കേരളത്തിൽ വളരെ ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമാണല്ലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം. അദ്ദേഹം പറഞ്ഞെന്താ? ഞങ്ങൾ കേരളത്തിലെ 52 സീറ്റുകളിൽ ഇടതുപക്ഷത്തെ RSSും RSSന്റെ പ്രവർത്തകരും RSSന്റെ കുടുംബാംഗങ്ങളും സഹായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കേരളത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് വളരെ കേരളത്തിൽ ഉടനീളം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്താവനയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത് RSS മാർക്സിസ്റ്റ് തലശ്ശേരി പോലുള്ള പ്രദേശങ്ങളിൽ ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഘർഷം, ആളുകളുടെ കഴുത്ത് വെട്ടുന്നു, ഇല്ലെങ്കിൽ ദിവസവും കൊല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ഇവർ പരസ്പരം ശത്രുക്കളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നാട്ടിലാണ് RSSന്റെ നേതാവ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളിങ്ങനെ അവരെ സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമാണോ? ശ്രീഎം എന്ന് പറയുന്ന ആളുമായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന ഇവരുടെ ആ ചർച്ചയിലാണ്. അതിനുശേഷം കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അത് നമുക്ക് നല്ലത്, അതാണ് കേരളത്തിന് പൊതുവെ നല്ലത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഈ രീതിയിലുള്ള അന്തർധാരയും ശ്രീഎമ്മിനെ പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ ഈ
മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ തകർച്ചയാണ്. അപ്പോൾ കോൺഗ്രസ് എവിടെയെങ്കിലും തകർന്നാൽ ഇവരിൽ രണ്ടു കൂട്ടരിൽ ആർക്കെങ്കിലും ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാം എന്നുള്ള ഇവരുടെ സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പരിണിത ഫലമാണ്. പ്രത്യേകിച്ച് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പാണ്. ബംഗാളിൽ നിന്ന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, ത്രിപുരയിലെ 2 സീറ്റിലും രക്ഷയില്ല. ആകെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പാർലമെന്റിലുള്ളത് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയ ആരിഫും, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ച PR നടരാജനും, മധുരയിൽ നിന്ന് ജയിച്ച സുശ്രീ വെങ്കടേശ്വരും, ഈ 3 പേരാണ് ഇന്ത്യൻ പാർലമെന്റിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതുകൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി പാർലമെന്റിൽ ഇല്ലാതെ തന്നെയാകും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സീറ്റ് 2 സീറ്റെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്നുള്ള എന്താ പറഞ്ഞ ആ ഒരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ജയിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ അതിനവര് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നുള്ള മലയാള ഭാഷ പറഞ്ഞതുപോലെ അവരേത് രീതിയിലും എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും, അതിന് BJP-യെ കൂട്ടുപിടിച്ചാൽ വേണ്ടില്ല, RSS-നെ കൂട്ടുപിടിച്ചാൽ വേണ്ടില്ല, ഇനി അതിലും വലിയ വർഗീയവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല. അപ്പോ നിശ്ചയമായിട്ട് ഇവിടെ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയാണ് അത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇങ്ങനെ ഒരു അന്തർധാരയുടെ കാര്യം, ഈ ആരും കാണാത്ത സ്പർശിച്ചറിയാത്ത ആ അന്തർധാരയെ കുറിച്ചാണ് ഇത്തവണയും UDF ആശങ്കയോടുകൂടി പ്രസ്താവനകൾ നടത്തുന്നത്. അതിൽ അവരെ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് EP ജയരാജന്റെ ആ പ്രസ്താവനയാണ്. BJPയുടെ സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിക്കൊണ്ടുള്ള EP-യുടെ പ്രസ്താവന. താങ്കളുടെ മറുപടി എങ്ങനെയാണ്? അതിപ്പോഴും തുടരുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ചയിലേക്ക് വന്നതാണ്, പക്ഷേ ഇന്നും അതേ വിഷയം ആവർത്തിക്കുന്നുണ്ട്. മഞ്ജുഷേ, കേരളത്തിൽ പൊതുജനങ്ങൾക്ക് അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു റിയാലിറ്റിയാണ് BJPയുടെ 12 സ്ഥാനാർത്ഥികളെ മാത്രമാണ് BJP ഔദ്യോഗികമായിട്ട് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി 4 BDJs ആണ്. സ്പെസിഫിക്കലി BJPയുടെ എടുത്തു കഴിഞ്ഞാൽ 12-നകത്ത് ഒരു 6-7 സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് കൃത്യമായ വിജയ സാധ്യതയോടുകൂടി മാത്രം മുന്നേറുന്നവരാണ്. പണ്ട് 2014 ഇവരുടെ ഒരു അന്തർധാരകൾ ഇവിടെ സജീവമായി, അന്തർധാര എന്നൊക്കെ ഇപ്പോൾ ഇവർ പറയുന്നതല്ലേ, നമ്മൾ അന്തർധാരകൾ കുറേ കാണുന്നതാണ്. 2011 നിയമത്തിൽ കണ്ടതാണ്, 2014 തിരുവനന്തപുരം പാർലമെന്റിൽ കണ്ടതാണ്. അപ്പോൾ ഈ അന്തർധാരകളിലൂടെ ഇവർക്ക് ഏതെങ്കിലും ഒരു സീറ്റിൽ അട്ടിമറിച്ച് തോൽപ്പിക്കാം എന്നുള്ളതാണ് ഇവർ കരുതിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് അത് 6-7 സീറ്റുകളിലേക്ക് വരെ നീളുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയമായ സാഹചര്യം മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരുപാട് മുൻപോട്ട് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. തൃശ്ശൂരിൽ നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ എത്ര ശക്തമായിട്ടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. 2019 പത്തനംതിട്ടയിലുണ്ടാക്കിയ മുന്നേറ്റം നമ്മൾ എന്താണെന്നുള്ളത് കണ്ടതാണ്. ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന CPM-ഉം 3ാം സ്ഥാനത്ത് നിന്ന BJP-യും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് വെറും 2% വ്യത്യാസം മാത്രമാണ് പത്തനംതിട്ട പാർലമെന്റിനകത്ത്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലും വെറും 2% മാത്രമാണ് ഇടതുപക്ഷവും BJP-യും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇല്ല. പാലക്കാട് 2 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു. ആലപ്പുഴ 2 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. കാസർഗോഡ് 2 ലക്ഷത്തിന് പുറത്ത് വോട്ട് പിടിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ 6-7 മണ്ഡലങ്ങളിലേക്ക് BJP കൃത്യമായിട്ടും രാഷ്ട്രീയമായി ഒരു ശക്തിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുള്ളത്. അപ്പോൾ BJPയെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു അന്തർധാര ഇവിടെ തീർച്ചയായിട്ടും തയ്യാറായിട്ട് വരുന്നുണ്ട്. ആ അന്തർധാര നമുക്കറിയാം, ഇവർ ഒരൊറ്റ മുന്നണിയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJPയാണ് അവരുടെ കോമൺ ശത്രു, അല്ലാണ്ട് അവർക്ക് കോൺഗ്രസ് അല്ല കോമൺ ശത്രു. പറയുന്നത് മറിച്ചാണ്. അവിടെ BJPയുടെയും CPM-ന്റെയും പൊതുശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. BJP ദേശവ്യാപകമായി കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കുവാനായിട്ട് CPM ശ്രമിക്കുന്നു. അവിടെ ഈ ഇന്ത്യ സഖ്യം അത് കേരളത്തിൽ ഇല്ല എന്നുള്ളത് അത് പരസ്യമാണല്ലോ. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒന്നിച്ച് മത്സരിക്കാൻ കഴിയില്ല എന്ന നിലപാട് എടുത്തവരാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായ കോൺഗ്രസ്. ഈ ഒരു വാദമാണ് വാദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഈ അന്തർധാര എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നിപ്പോകും. അല്ല, അന്തർധാര എന്താന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയാമെന്ന്. ഇപ്പൊ നിയമത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടർമാർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് അന്തർധാര എന്നുള്ള കാര്യം. തിരുവനന്തപുരം പാർലമെന്റ്
പാർലമെന്റിലുള്ളവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അന്തർധാര എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് കാണുന്നതാണ്. ഒരു വാദത്തിന് വേണ്ടിയിട്ടൊക്കെ പറയാം കേരളത്തിൽ ഈ മുന്നണി സംവിധാനം നിലവിലില്ല എന്നൊക്കെ ഒരു വാദത്തിന് വേണ്ടി പറയാൻ മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ 20-ൽ 20 സീറ്റും കാലങ്ങളായിട്ട് ഈ പറയുന്ന സോക്കോൾഡ് മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ UDF-ന് ജയിച്ചിരുന്നാലും LDF-ന് ജയിച്ചിരുന്നാലും കിട്ടുന്നതാണ്. അവിടെ BJP അല്ലെങ്കിൽ NDA 2-3 സീറ്റ് ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറവ് വരുന്നത് മൊത്തത്തിൽ ഇവരുടെ മുന്നണിക്ക് തന്നെയല്ലേ. അപ്പോൾ അന്തർധാര ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ ഒരു സീറ്റിൽ ഞാൻ നിനക്ക് വോട്ട് തരാം, ഈ ഒരു സീറ്റിൽ നീ എനിക്ക് വോട്ട് തരും എന്നുള്ള തലത്തിലാണ് ഇവിടെ അന്തർധാരകൾ ഉണ്ടാക്കുന്നത്. തൃശ്ശൂരിൽ ഒരു പക്ഷേ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ല കോൺഗ്രസ് ഇടതുപക്ഷത്തിന് വോട്ട് മറിക്കാനായിരിക്കും അവസാനം തീരുമാനിക്കുക. തിരുവനന്തപുരത്ത് വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും ഇടതുപക്ഷം കോൺഗ്രസിന് വോട്ട് മറിക്കാന്നായിരിക്കും അദ്ദേഹത്തിനൊരു നാക്കുപിഴവാണോ? പലപ്പോഴും EP ജയരാജൻ തുടക്കത്തിൽ ഒരു സത്യം എന്ന് വിളിച്ചു പറയും, പിന്നീട് ശക്തമായ സമ്മർദ്ദം വരുമ്പോൾ അദ്ദേഹം അത് തിരുത്തി പറയും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എന്താണ് പറയുക, അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്പോണ്ടേനിയസ് റെസ്പോൺസിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പത്രം വായിച്ചപ്പോൾ തോന്നിയതോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ തോന്നിയതോ ആയിരിക്കും, ശരിയാണല്ലോ BJP വളരെ നല്ല സ്ഥാനാർത്ഥികളെയാണല്ലോ നിർത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞതാണ്. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അത്തരത്തിലുള്ളൊരു പ്രസ്താവന എന്ന് പറയുന്നത്. BJP ഇത്തോടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ്, കിട്ടാവുന്നതിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥികളെയാണ്, ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള മുഖങ്ങളെയാണ്. ഓരോ സ്ഥാനാർത്ഥികളും ഓരോ ഇടത്ത് എത്തിക്കഴിയുന്നതോടുകൂടി തന്നെ ആ ഭാഗങ്ങളിലെ ആ മണ്ഡലങ്ങളിലെ ജയസാധ്യതകൾ മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മാസം മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് നിൽക്കുന്നത്. പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുകയും ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി ഒരു മാസത്തെ അവസ്ഥയിലല്ല കേരള പൊളിറ്റിക്സ് ഇന്ന് നിൽക്കുന്നത്. 2 മുന്നണികൾക്കകത്തും അങ്കലാപ്പുണ്ട്. ആ അങ്കലാപ്പിന്റെ പുറത്ത് ഉണ്ടാകുന്ന ചില മതിഭവങ്ങളുടെ പുറത്താണ് ഇവർ ഇതേപോലുള്ള ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ അവർ ആശങ്കപ്പെടുന്നത്? താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ ഈ ഒരുപാട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 അക്കം എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്, പരമാവധി ഈ 5 മണ്ഡലങ്ങൾക്ക് അപ്പുറം ഒരു ത്രികോണപ്പോരില്ലല്ലോ. അപ്പോൾ ഈ മണ്ഡലങ്ങളിലാണോ ഈ മുന്നണികൾ ആശങ്കപ്പെടുന്നത്? അതാണോ കോൺഗ്രസിന്റെ ഇത്തരം ഒരു ഈ തുടർച്ചയായിട്ടുള്ള CPM തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്. അപ്പൊ ആലപ്പുഴ എന്താ മോശമാണോ? കഴിഞ്ഞ 2 ലക്ഷത്തോളം വോട്ട് പിടിച്ച മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ പ്രകാശ് ബാബു ആണ് 1,60,000 വോട്ട് കോഴിക്കോട് പിടിച്ചെന്നുണ്ടെങ്കിൽ ഇത്തവണ MT രമേശിനെ തന്നെയാണ് അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഏത് തലത്തിലും മറിയും എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. കാസർഗോഡ് BJP മോശമാണോ? 2 ലക്ഷത്തിലധികം വോട്ട് കഴിഞ്ഞ പാർലമെന്റിലും അതിന് മുമ്പും പിടിച്ച മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. 2 തെരഞ്ഞെടുപ്പിൽ കണ്ടിന്യൂസ്ലി 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ചിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് എഴുതുള്ളത്? 5 അല്ല, ശരിക്കും പറഞ്ഞാൽ ആ കണക്കിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 7 മണ്ഡലങ്ങളിൽ അതിശക്തമായ ഫൈറ്റാണ് BJP നടത്തുന്നതെന്ന് പറയേണ്ടി വരും. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞു 2 അക്ക സീറ്റുകൾ എന്ന് പറഞ്ഞു. നോക്കൂ മഞ്ജുഷേ, 20 സീറ്റുകൾ എന്ന് പറയുന്നത് 2 അക്കം തന്നെയാണല്ലോ. ഞങ്ങൾ 20 സീറ്റിലും ജയിക്കാൻ വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. അതിന്റെ റിസൾട്ട് വാട്ടെവർ, അത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ 20 സീറ്റിലും ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറയുക? 2 അക്ക സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ അദ്ദേഹം പറയുക. കാരണം ഞങ്ങൾ അതിനെ അങ്ങനെ മാത്രമാണ് കാണാൻ തയ്യാറായിരിക്കുന്നത്. അല്ലാണ്ട് പണ്ടത്തേതുപോലെ ഒരു സീറ്റിലേക്ക് ഇവിടെ മാത്രം ഫൈറ്റ് എന്നുള്ളതിലേക്കല്ല. പാൻ കേരള ഞങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. ഏറ്റവും മികച്ച അവൈലബിൾ ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ തന്നെയാണ് ഞങ്ങൾ അവിടെ ഫീൽഡ് ചെയ്യുക. അതിൻ്റെ അങ്കലാപ്പ് ഇടതു മുന്നണിക്കകത്തുമുണ്ട്, വലതു മുന്നണിക്കകത്തുമുണ്ട്. അതിൻ്റേതായ തരത്തിലുള്ള ചില അപായ സൂചനകളാണ് അവരുടെ ഭാഗത്ത് നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. ശരി, ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, EP ജയരാജൻ തൻ്റെ ഒരു തുറന്നു പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം സ്വന്തം ബോധ്യത്തിൽ നിന്ന് തുറന്നു പറഞ്ഞ ഒരു കാര്യം, അതിങ്ങനെ ഒരു അബദ്ധമായി പോകുമെന്ന് അദ്ദേഹം കരുതിയിട്ടില്ല എന്നാണോ കണക്ക് കൂട്ടുന്നത്? അതോ അദ്ദേഹം ആലോചിച്ചുറച്ച് തന്നെ LDF-നെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി ചെയ്തതാണോ? എന്തായാലും ഇതൊരു വിവാദമാകുമെന്ന് ഉറപ്പാണല്ലോ. ഇത്തരമൊരു പ്രസ്താവന വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് UDF ഏറ്റെടുക്കും. അതവരുടെ കടമയാണ്, അതവർ ചെയ്യുകയും അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെട്ടിലായി പോയത് LDF ആണല്ലോ EP ജയരാജനെ കൊണ്ട്. മഞ്ജുഷേ, EP ജയരാജനെ നമ്മൾ മാധ്യമങ്ങളും മറ്റുള്ളവരും വിലയിരുത്തുന്നതിൽ വലിയൊരു അപാകത സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്നത് EP ജയരാജൻ വളരെ നിഷ്കളങ്കമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. മറ്റു രാഷ്ട്രീയക്കാരെ പോലെ പാരഫെർനീലിയ, രാഷ്ട്രീയക്കാർ നേതാവിന്റെ പാരഫെർനീലിയ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുമായി സംവദിക്കുന്നതിന് ഒട്ടും തയ്യാറാവാതെ
ഹൃദയത്തിൽ തോന്നുന്നത് എന്തോ അദ്ദേഹം അത് വിളിച്ചു പറയുന്ന ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിന്റെ മാത്രം വാക്കുകളായി മാത്രം അതിനെ കണ്ടാൽ മതി. സോ EP പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ LDFന്റെ കൺവീനറും ആകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് അത് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സമീപകാല അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാനാവുക. അങ്ങനെയൊന്നുമല്ല, EP ചില സമയങ്ങളിൽ EP ഒന്നാം തരം കള്ളം പറയുകയും ചെയ്യും. അതാണല്ലോ നന്ദകുമാറിനെ അറിയില്ല എന്ന് പറഞ്ഞത്. ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ലേ EP ജയരാജന്? അദ്ദേഹത്തിന്റെ ഇൻഷ്യൽ വെച്ച് ചോദിച്ചാലേ അറിയാവൂ എന്നാണെങ്കിൽ അങ്ങനെ രണ്ടിലൊരാളെ അറിയാമല്ലോ എന്തായാലും. അങ്ങനെയല്ല, TG നന്ദകുമാറുമായി അങ്ങനെ ഒരു വ്യക്തിത്വവുമായി അല്ലെങ്കിൽ ഒരു ഷെയ്ഡി ക്യാരക്ടറുമായി EP പോലുള്ള ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവിന് ബന്ധമുണ്ട് എന്ന അർത്ഥത്തിൽ വാർത്തകൾ വരിക, അങ്ങനെ ചർച്ച ചെയ്യുക EP തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ, ദൃശ്യങ്ങൾ ഉള്ളതാണല്ലോ. ഇതിനു മുൻപ് അദ്ദേഹം സ്വകാര്യ ചടങ്ങിൽ പോലും, നന്ദകുമാറിന്റെ സ്വകാര്യ ചടങ്ങിൽ പോലും പോയതും അക്കാര്യം അദ്ദേഹം വെളിവാക്കുകയും ചെയ്തതും ഇതൊക്കെ കണ്ടതാണ്. ഈ പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ EP സമർത്ഥമായി കള്ളം പറഞ്ഞ് ഒഴിവാകുവാനും പ്രാഗൽഭ്യമുള്ളയാളാണ്. അതെന്നിട്ട് മാധ്യമങ്ങളുടെ തലയിലിടാനും കഴിവുള്ളയാളാണ്. അങ്ങനെയല്ല, EP ആ വിഷയവുമായി TG നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് EP പറഞ്ഞിട്ടുള്ള വാക്കുകൾ തന്നെ നമുക്ക് വിശ്വാസത്തിലെടുക്കാനേ നിർവാഹമുള്ളൂ. കാരണം EPക്കും TG നന്ദകുമാറുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധമോ അല്ലെങ്കിൽ TG നന്ദകുമാറിനെ ചുമതലപ്പെടുത്തി ആരെങ്കിലും ഒക്കെ പാർട്ടിയിലേക്ക് എത്തിക്കണം എന്ന് ചുമതലപ്പെടുത്തുന്നതിനുള്ള അങ്ങനെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി അതവിടെ കിടക്കട്ടെ. പക്ഷെ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് ബഹിർഗമിക്കുന്ന വാക്കുകളൊന്നും അല്ലല്ലോ അത്. അങ്ങനെയല്ല, EP നമ്മുടെ മുന്നിൽ ഉള്ള ഒരു സ്വകാര്യ ചടങ്ങ്, TG നന്ദകുമാർ നടത്തിയ സ്വകാര്യ ചടങ്ങ്, ഒരു അമ്പലത്തിന്റെ ട്രസ്റ്റ് നടത്തിയ സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ TG നന്ദകുമാറിന്റെ മാതാവിനെ 70 കഴിഞ്ഞ വന്ധ്യ വയോധികരായിട്ടുള്ള മാതാപിതാക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് TG നന്ദകുമാറിന്റെ മാതാവിനെയും അവിടെ ആദരിച്ചു, പൊന്നാടയണിയിച്ചു. അതിന്റെ ചിത്രമാണ് മാധ്യമങ്ങൾ വലിയ വാർത്തയായി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ TG നന്ദകുമാറുമായി എന്തോ അഭേദ്യ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനെ വെറുക്കപ്പെട്ടവരും കളങ്കിതരുമായിട്ടുള്ള വ്യക്തികളുമായി ഒരു തരത്തിലും CPMന്റെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല എന്നു തന്നെയാണ് അസന്നിഗ്ധമായി പാർട്ടിയുടെ തീരുമാനം. അപ്പൊ സ്വാഭാവികമായി EPക്ക് അതുകൊണ്ട് ആ തീരുമാനത്തെ അംഗീകരിക്കാനും EP അത്തരത്തിൽ പെരുമാറുന്ന പാർട്ടി ബോധമുള്ള വ്യക്തിയുമാണ് എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോ EP അങ്ങനെ വഴിവിട്ട് ആരെങ്കിലുമായി അങ്ങനെ ബന്ധമുണ്ടാകും എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരു തരത്തിലല്ല. EPയെ അടുത്തറിയുന്നവർക്കറിയാം. നിങ്ങൾ അങ്ങ് ഒരു കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്നതിൽ അങ്ങേക്കും ഒരുപക്ഷെ ബോധ്യമുണ്ടാകും. EP പോലുള്ള ഒരാൾ എപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇതും അദ്ദേഹം അങ്ങനെ ഒരു ഹൃദയത്തിൽ തൊട്ടൊരു സത്യം പറഞ്ഞു. ഇവിടെ LDFും BJPയും തമ്മിലുള്ള മത്സരം BJPയുടെ സ്ഥാനാർത്ഥികൾ ഉഗ്രനാണ് എന്ന്, അത് അദ്ദേഹം ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞ കാര്യമാണ്. എങ്കിൽ മഞ്ജുഷി, BJPയുടെ ചില സ്ഥാനാർത്ഥികൾ അത് നമുക്ക് ചർച്ചകൾക്ക് വിധേയമായി തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വരും, മികച്ച സ്ഥാനാർത്ഥികളാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളാണ് LDF നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ. ആ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ആ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം. അങ്ങിപ്പോ തിരുവനന്തപുരത്തെ കുറിച്ച് പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, ഇന്ത്യയിൽ ഒരു വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ സാന്നിധ്യമുണ്ട്. പക്ഷെ അവിടെ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളെ പരിശോധിക്കൂ. വിശ്വപൗരനായിട്ടുള്ള ശശി തരൂർ അവിടെ മത്സരിക്കുന്നു. രണ്ടാമതും CPIയുടെ നേതാവായിട്ടുള്ള സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങേക്ക് പരിചയമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ ജീവിതചര്യകൾ ഇപ്പോഴും അനുചരിക്കുന്ന അപൂർവം വ്യക്തിത്വത്തിനുടമ ഈ തിരുവനന്തപുരം നഗരത്തിലെ സാധാരണ മനുഷ്യരുമായി ഇത്രയധികം ഇടയടുപ്പമുള്ള ഒരു നേതാവ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം കണ്ണൂരുകാരനാണെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹത്തിന്റെ കർമ്മമേഖല തിരുവനന്തപുരത്തായതിനു ശേഷം ഏത് മുക്കിലും മൂലയിലുമുള്ള സാധാരണ മനുഷ്യരുമായി അദ്ദേഹം വളരെ വേഗം. അതൊക്കെ ശരിയാണ്. പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് എതിരഭിപ്രായം ഉണ്ടാകില്ല, ആർക്കും ഉണ്ടാകില്ല അദ്ദേഹത്തെ കുറിച്ച് എതിരഭിപ്രായം. പക്ഷെ അദ്ദേഹവും അന്തർധാരയുടെ ഇരയാകുമോ? അതാണല്ലോ കോൺഗ്രസിന്റെ ആരോപണം വെച്ച് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്, മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്.
പല മണ്ഡലങ്ങളിലും പരാജയ ഭീതി ഇപ്പോഴേ അടുത്തറിഞ്ഞിട്ടുണ്ട് UDF കേന്ദ്രങ്ങൾ. ആ പരാജയ ഭീതിയിലായിട്ടുള്ള നേരത്തെയുള്ള മുൻകൂർ ജാമ്യമെടുപ്പ് എന്നു മാത്രമേ ഇതിനെ കരുതാനാവൂ. ഇടതുപക്ഷത്തിന് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ 2019 19 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഇടതുപക്ഷത്തിന്. ആ 2019 രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി 2024 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിലുള്ള സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പ്രസക്തീകരണം. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിധി വരുന്നു. ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമവിധേയമായി അഴിമതി നടത്തുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തെ വിറപ്പിച്ചുകൊണ്ട് CPM നൽകിയിട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി ഒരു വിധി പറയുന്നതെന്നേ. ആ വിധി എന്ന് പറയുന്നത് രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി ആയിരക്കണക്കിന് കോടി രൂപ BJPക്കും കോൺഗ്രസിനും കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. ആ ആക്ഷേപത്തെ മുൻനിർത്തിക്കൊണ്ടാണ് CPM വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി അതിന് വരുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യൻ പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ സാധാരണ മനുഷ്യരെയും പീഡിപ്പിക്കുന്നതിനു വേണ്ടി നിയമങ്ങൾ പാസാക്കുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും ആ ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തെയും തുറന്നു കാട്ടുന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ. ശരി ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശരിയാണ്, അതിനിടയിലാണ് EP ജയരാജൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തുന്നത്. ശ്രീ സേനാപതി വേണു, EP-യുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വാക്കുകൾ എന്ന് കരുതിയാൽ മതി എന്ന ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കറിന്റെ വാക്കുകൾ, അതിലൊരിടത്തും ഒരന്തർധാരയും ഒളിച്ചിരിപ്പില്ല. അല്ല, ഈ ഹസ്കർ എത്ര ലളിതമായിട്ടാണ് അല്ലെങ്കിൽ എത്ര നിസ്സാരമായിട്ട് ലാഘവത്തോടെയാണ് അദ്ദേഹം EP ജയരാജന്റെ ഓരോ പ്രവർത്തനത്തെയും ന്യായീകരിക്കുന്നത്. EP ജയരാജൻ എറണാകുളത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ വന്ന് TG നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്നത് അതൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യമായ കാര്യമാണ്. നമുക്കതിനെയൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലുടനീളം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജനകീയ പ്രതിരോധ ജാഥ നയിക്കുക. ആർക്കെതിരെ? ഫാസിസത്തിനും അഴിമതിക്കും ഒക്കെ എതിരെ വലിയ ജനകീയ പ്രതിരോധ ജാഥ നയിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. അപ്പോഴാണ് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗവും അതോടൊപ്പം തന്നെ മുന്നണിയുടെ കൺവീനറുമായ EP ഇതിലൊന്നും പങ്കെടുക്കാതെ തൃശ്ശൂരാണ് അദ്ദേഹം ആദ്യമായി അതിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അതിലൊന്നും പങ്കെടുക്കാതെ അദ്ദേഹം ധൃതി പിടിച്ച് TG നന്ദകുമാറിന്റെ അമ്മ, അവർക്ക് 70 വയസ്സായി അല്ലെങ്കിൽ വയോധികരെ എന്താ പറഞ്ഞ അവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോ എത്ര തീവ്രമായ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. ആ ബന്ധത്തിന്റെയൊക്കെ ചിത്രങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതാണല്ലോ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത്, ഇന്ന ആളുകളെയൊക്കെ ഇടനിലക്കാരാക്കി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇപ്പം BJP ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കൃത്യങ്ങളാണ് ഇവരും ചെയ്യാനായിട്ട്, അതിന് ഇടനിലക്കാരെ വെച്ചുകൊണ്ട് പാർട്ടിയിൽ ആളെ ചേർക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഇത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ്. സാന്റിയോഗ മാർട്ടിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ നേരിട്ട് പണം വാങ്ങുകയല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ബോണ്ടിന്റെ കാര്യമില്ല. അത് തന്നെയല്ല, നിങ്ങളിപ്പോ കേരളം മാത്രമാണ് ഭരിക്കുന്നത്, വേറൊരു സംസ്ഥാനവും ഭരിക്കുന്നില്ല. ഇനിയിപ്പോ ഏതെങ്കിലും കമ്പനികൾ ഞങ്ങൾക്ക് പണം തന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 കൊല്ലമായിട്ട് അധികാരത്തിൽ ഇല്ലാത്തവരാണ്, ഞങ്ങൾക്ക് ആരെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് അവർ തെരഞ്ഞെടുപ്പ് വഴിവിട്ട രീതിയിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് ഫണ്ട് തരേണ്ടതായിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ വഴിവിട്ട രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടും ആരും തന്നിട്ടില്ല, ഇലക്ട്രൽ ബോണ്ടിൽ ആരും തന്നിട്ടില്ല. ഞങ്ങൾക്ക് ആരൊക്കെയാണ് പണം തന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി SBIയോട് പറഞ്ഞിട്ടുണ്ട്. അവരത് വെളിപ്പെടുത്തില്ല. കോൺഗ്രസ് ഇതുവരെ സ്വന്തം നിലയ്ക്ക് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. BJPയും കോൺഗ്രസുമാണ് സ്വന്തം നിലയ്ക്ക് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തത്. അതവിടെയുണ്ട്. ഈ സാന്റിയോഗോ മാർട്ടിന്റെ കാര്യം പറയുമ്പോൾ DMK-ക്കാണ് സാന്റിയോഗോ മാർട്ടിന്റെ പണം കിട്ടിയത്, തെരഞ്ഞെടുപ്പ് ബോണ്ട് കിട്ടിയത്. DMK-ക്ക് കിട്ടിയ ആകെ ഫണ്ടിന്റെ ഒരു വിഹിതം CPM-നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 25 കോടി ഇവർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരുടെ സ്ഥാനാർത്ഥികള് ഞാൻ ആദ്യം പറഞ്ഞ തോളർ സു വെങ്കടേഷും അതുപോലെ തന്നെ PR നടരാജനും ഇവർക്ക് രണ്ടുപേർക്കും മത്സരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് മധുരയിലെ സ്ഥാനാർത്ഥിക്കും കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിക്കും വേണ്ടി 25 കോടി രൂപ കൊടുത്തത് DMK ആണ്, സ്റ്റാലിന്റെ പാർട്ടിയാണ് കൊടുത്തത്. അവിടെ നിൽക്കട്ടെ,
ഈ സാന്റിയോഗ മാർട്ടിന്റെ കയ്യിൽ നിന്നല്ലേ ദേശാഭിമാനി പത്രത്തിന് വേണ്ടി എന്താ പറഞ്ഞ പരസ്യത്തിന് വേണ്ടി എന്ന പേരിൽ 2 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് മേടിച്ചു, പിന്നെ പരസ്യമായിട്ടാണ് മേടിച്ചത്, ഞങ്ങൾ തിരിച്ചു കൊടുത്തു. അപ്പൊ ഇവരൊക്കെ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ അതൊക്കെ ഈ സമൂഹത്തിൽ ചർച്ചയായി നിൽക്കുന്ന കാര്യം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് വരികയാണ്. ഇ.പി. ജയരാജനെ പോലൊരാള് നടത്തിയിരിക്കുന്ന പ്രസ്താവന അത് ഒരിക്കലും ഒരു നിർദോഷമായ പ്രസ്താവനയോ അതല്ലെങ്കിൽ അദ്ദേഹം എന്താ പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വെറുതെ അങ്ങനെ വന്ന ഒരു അഭിപ്രായമൊന്നുമല്ല. ഇതൊക്കെ വളരെ കൃത്യമായ ചില അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്റെ ബഹുമാന്യ സ്നേഹിതൻ BJP-യുടെ പ്രതിനിധി യുവരാജ് അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം, BJP എന്താ പറഞ്ഞ ഞങ്ങളങ്ങ് പ്രഗത്ഭരായ ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥികൾ. ഞാൻ ചോദിക്കുന്നത് ബഹുമാന്യായ BJP-യുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനായ CK പത്മനാഭൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇന്നത്തെ കേരളത്തിൽ ഒരുപാട് പത്രങ്ങളിലുണ്ട്, ഞാൻ ഏതോ പത്രത്തിൽ വായിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് വന്നിരിക്കുന്ന ആളുകളുടെ കൂടെ നിഴല് പോലും ഇല്ല എന്നുള്ളതാണ്. CK പത്മനാഭനെ പോലെ ഒരാള് പറയുമ്പോൾ അപ്പോ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ പത്തനംതിട്ടയിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി അനിൽ ആന്റണി. അപ്പം നിങ്ങൾ ക്രെഡിബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ BJP-യുടെ മുൻ ഇപ്പൊ ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റുമാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരുത്തന്റെയും കൂടെ നിഴല് പോലും സ്വന്തമായിട്ടില്ല, അവരൊക്കെ ഈ പാർട്ടി ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനമുണ്ട് എന്ന കാരണത്താൽ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി വരുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ആളുകളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് പലരും വന്നിരിക്കുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇനി ഞാൻ ബഹുമാന്യ ഹസ്കറോട് വിനീതമായിട്ട് ചോദിക്കുന്നു, ഈ വൈദേഹം എന്ന് പറയുന്ന ഒരു റിസോർട്ട് കേരളത്തിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ റിസോർട്ടിനെ കുറിച്ച് CPM-ന്റെ കമ്മിറ്റിയിൽ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി കൊടുത്ത ആള് എന്ന് പറയുന്നത് സഖാവ് P. ജയരാജനാണ്. ഞങ്ങളാരും പരാതി കൊടുത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല. മൊറാഴ എന്ന് പറയുന്ന പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം, കാരണം നിങ്ങളുടെ വിപ്ലവ ഗാനങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണല്ലോ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ എന്താ പറഞ്ഞേ മൂശയാണെന്നോ തീച്ചൂളയാണെന്നോ ഒക്കെ നിങ്ങൾ പറയുന്ന ആ പഞ്ചായത്തില് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 10 ഏക്കറോളം സ്ഥലം കുന്നിടിച്ച് നിരത്തി ഈ വലിയ റിസോർട്ട്, എന്നിട്ട് റിസോർട്ടിന്റെ വരുമാനത്തെ കുറിച്ച് റിസോർട്ടിന്റെ പണമുടക്കിനെ പറഞ്ഞത് എന്താണ്, ജില്ലാ ബാങ്കിലെ മാനേജറായിരുന്ന ഭാര്യയ്ക്ക് കിട്ടിയ വരുമാനവും അവരുടെ പ്രോവിഡന്റ് ഫണ്ടുമാണ്. അതൊക്കെ എന്തുമായിക്കൊള്ളട്ടെ, 35 കോടി എങ്ങനെ വന്നു എന്നുള്ളത് CPM-ൽ ചർച്ച വന്നു. ഏതായാലും ചർച്ചയുടെ എന്താ പറയുക റിസൾട്ട് ഒന്നും നമ്മൾ പുറത്തേക്ക് വന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് വൈദേഹം റിസോർട്ടും അതുപോലെ തന്നെ നിരാമായ റീട്രീറ്റ് സെന്ററും അത് ആരുടെയാ, രാജീവ് ചന്ദ്രശേഖര. ഇതിപ്പോ രണ്ടും കൂടെ ഒന്നു ചേർന്ന് ഒന്നായിരിക്കുന്നു. അതങ്ങനെ വെറുതെ അങ്ങനെ ഒന്നായതാണോ? വെറുതെ ഒന്നതായതല്ലോ. BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് അല്ലെങ്കിൽ പ്രഗത്ഭരായ സ്ഥാനാർത്ഥിമാരുണ്ട് എന്നൊരാൾ പറയുമ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ആളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ടും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്ന റിസോർട്ട് രണ്ടും ഒന്നായി നിന്നുകൊണ്ട് ഇതിന്റെ പേര് പോലും ഒന്നാക്കി മാറ്റിക്കൊണ്ട് ഇതെങ്ങനെയാണ് ഇവർ തമ്മിലുള്ള അന്തർധാര? അതുകൂടി ഇവർ തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് CPM BJP ബന്ധമായിട്ട് പരിണമിക്കുക? കാരണം ഈ വിഷയത്തിൽ CPM E.P. ജയരാജനെ പിന്തുണച്ചിട്ടില്ല. അത് മാത്രമല്ല P. ജയരാജൻ തന്നെയാണ് പാർട്ടിയിൽ ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ടതും. അങ്ങനെയാണല്ലോ അത് താങ്കൾ പറഞ്ഞതുപോലെ വെളിയിലേക്ക് വന്നതും. അപ്പോൾ E.P. ജയരാജന്റെ ഈ ഒരു വൈദേഹം ഇൻസിഡന്റ് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ CPM BJP ബന്ധം അന്തർധാര നടക്കുന്നു, അത് നിരവധി മണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു പ്രചാരണമോ മാത്രമായി മാറുകയാണ്. E.P. ജയരാജൻ ഈ വിഷയത്തിലൊക്കെ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. മഞ്ജുഷ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E.P. ജയരാജൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റിയോ സെക്രട്ടറിയോ അല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറുമാണ്. കേരളത്തിൽ അദ്ദേഹത്തിന്റെ വാക്കാണ് പാർട്ടിയുടെ അവസാന വാക്ക്, ഇടതുമുന്നണിയുടെ അവസാന വാക്ക് എന്ന് പറയുന്നത്. ആ ആള് പറയുകയാണ് കേരളത്തിൽ മത്സരം നടക്കുന്നത് BJP-യും LDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് കേരളത്തിലെ ഒരു മണ്ഡലത്തെക്കുറിച്ചും ഒരു ആശങ്കയുമില്ല. എന്റെ സ്നേഹിതൻ യുവരാജ് ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ആശങ്കയും ഉത്കണ്ഠയും ഇല്ല. കാരണം ഞങ്ങൾ ഓരോ മണ്ഡലത്തിലും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞങ്ങളുടെ വിജയത്തെക്കുറിച്ച് ഒരു ഉത്കണ്ഠയും ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ ഈ എന്താ പറഞ്ഞ അവരുടെ സ്ഥാനാർത്ഥിയുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ചോ എന്തെങ്കിലും ഞങ്ങൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത്? ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഉത്കണ്ഠയില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്.
രണ്ടു കൂട്ടരും ഒരേ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ സേനാപതി വേണു മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, BJP-യെ ഒരു തരത്തിലും അക്കൗണ്ട് തുറപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നവരാണല്ലോ നിങ്ങളും അതുപോലെ തന്നെ LDF-ഉം. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു ലക്ഷ്യം അതുകൊണ്ട് LDF-ന്റെ ലക്ഷ്യവും അത് തന്നെയാണ്, കോമൺ ലക്ഷ്യമാണ് അവിടെ. ഇപ്പോ LDF ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം അതല്ല അവരുടെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യും. ഞാൻ ചോദിക്കുന്നു, ഇന്നലെ ശിവാജി പാർക്കിൽ 17-ാം തീയതി ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനമാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പങ്കെടുക്കാത്ത ഏക രാഷ്ട്രീയ പാർട്ടിയും നേതൃത്വവും നേതാക്കളും എന്ന് പറയുന്നത് CPM മാത്രമാണ്. അതിന് CPM പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, KC വേണുഗോപാൽ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഈ രണ്ട് കാരണമാണോ BJP-യെ തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തുടനീളം നടക്കുന്ന ഒരു പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി അതിന്റെ സമാപനത്തിൽ ഇന്ത്യ മുന്നണിയിലെ 28 കക്ഷികളെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് ആ മുന്നണിയുടെ ശക്തി നടത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ കൊതികുത്തുമായിട്ട് ഇവർ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരാരെയാ ശത്രുവായിട്ട് കാണുന്നത്? ശത്രുവായിട്ട് കാണുന്നത് ഇപ്പൊ ഇവർ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ CPI-ക്കെതിരെ മത്സരിക്കുന്നു. തെറ്റാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ CPI ആണ് മത്സര രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന ഒരു മുന്നണി മര്യാദ വെച്ച് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ അവർക്ക് സ്ഥാനാർത്ഥിയെ മാറ്റാൻ പറ്റുന്നില്ലേ? ഇപ്പൊ KC വേണുഗോപാൽ 2 പ്രാവശ്യം ഇവിടെ MP ആയിട്ടുണ്ടായിരുന്ന ആളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഓർഗനൈസിംഗ് ചുമതല, സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പാർലമെന്റിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജ്യസഭ MP ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ, കാരണം ലോക്സഭയിലെ ഓരോ അംഗത്വത്തിന്റെയും എണ്ണമാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ കണക്ക് കൂട്ടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ശരി, കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവ് മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഇടതുപക്ഷമല്ലേ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ശ്രീ സേനാപതി വേണു, ശ്രീ യുവരാജ് ഗോകുൽ ഇതിപ്പോൾ ഹസ്കർ മറുപടി നൽകേണ്ടതാണ്. അവസാനം സേനാപതി വേണു പറഞ്ഞ കാര്യം, പക്ഷേ അതിനു മുൻപ് പറഞ്ഞത് താങ്കളുടെ മറുപടി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഈ EP ജയരാജന്റെ ഇത്തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ് ഈ CPM BJP അന്തർധാര എന്നതിന് ഉപയോഗിക്കുന്നത്. ഈ കോൺഗ്രസ് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നിരാമയ, ഈ വൈദേകം, ഈ ബന്ധങ്ങൾ ഈ മുങ്ങിച്ചാകാൻ പോകുന്നവരെ എന്തെങ്കിലുമൊക്കെ കയറി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി പിടിക്കുക എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ വളരെ കാര്യമായിട്ട് തന്നെ വ്യക്തമാക്കിയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന നിരാമയമായിട്ട് എന്താണ് ബന്ധമെന്നും അദ്ദേഹത്തിൻ്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫേമുമായിട്ട് എന്താണ് ബന്ധം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാൻ പക്ഷേ ഈ ഒരു വാർത്ത ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന വൈദേകം റിസോർട്ടിൽ നിരാമയ ഇൻവെസ്റ്റ് ചെയ്തു, രാജീവ് ചന്ദ്രശേഖർ അത് വാങ്ങി എന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് രാവിലെ ഒരു 8 മണി ആ ടൈമിൽ ഞാൻ ഇദ്ദേഹത്തിന് നേരിട്ട് വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ചു, സാർ ഇങ്ങനൊരു സംഭവം, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, എന്താണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചു. അദ്ദേഹം തിരിച്ച് മറുപടി അയച്ചത് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് തിരിച്ചയച്ചു നോട്ട് ഫേക്ക് ന്യൂസ്, ദേ ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ്. ദേ മീൻസ് ഹൂം? നിരാമയ ജൂപ്പിറ്റർ ക്യാപിറ്റലാണ്. അദ്ദേഹം തന്നെ പറഞ്ഞാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്താണ്. അദ്ദേഹം അതിനകത്ത് ഒരുപാട് CEO-മാരുണ്ട്, അതിനകത്ത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഉണ്ട്. അവരാണ് പോകുന്നത്, ഒരു സ്ഥലത്ത് പോകുന്നത്, ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത്, അത് വർക്കൗട്ട് ആകുമോ ഇല്ലെന്നുള്ള കാര്യം നോക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഡെയിലി. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യവസായ രംഗത്ത് ഭീമാകാരനായ ഒരു മനുഷ്യനാണ്. ആ ഒരു കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ അംബാനിയുമായിട്ടോ അല്ലെങ്കിൽ പറയുന്ന രത്തൻ ടാറ്റയുമായിട്ടോ, അപ്പോൾ ആ ഒരു ലീഗിൽ തന്നെ വായിച്ചു വരേണ്ട ഒരു പേരാണ്. ഇപ്പോൾ അംബാനി നാളെ ഇവിടെ വന്നിട്ട് ഒരു റിലയൻസിൻ്റെ ഷോറൂം ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെ വസ്തുവിൽ ഒരു വാങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അംബാനിയും ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും തമ്മിൽ ബിസിനസ് ഡീലാണെന്ന് പറയാൻ പറ്റുമോ? അതുപോലെയുള്ള ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വസ്തു കൊടുക്കാനിട്ടിരുന്നു, ആ വസ്തുവിനെ മറ്റൊരു കൂട്ടർ വാങ്ങി, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അവർ ആകെ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് അവിടെ വർക്കൗട്ട് ആകുമോ ഇല്ല എന്നുള്ള അവരുടെ ഫീസിബിലിറ്റി മാത്രമാണ് വിഷയം. അല്ലാണ്ട് ഇതിനെയൊക്കെ എടുത്തിട്ട് EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് ഡീൽ നടത്താൻ വേണ്ടി എത്രയും
വലിയ വ്യക്തിയാണോ വ്യാവസായികമായിട്ട്? അല്ലല്ലോ, അദ്ദേഹം അവിടെ ലോക്കലി ഒരു വ്യവസായം നടത്തുന്ന ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർ മാത്രമാണ്. ഇതിനെയൊക്കെ കൂട്ടിക്കൊഴിക്കുന്നത് ഞാൻ ഈ പറയുന്ന പോലെ കോൺഗ്രസ് കിട്ടുന്ന അവസ്ഥ എന്താ ഒരു ഒരു കോതിൽ കയറി പിടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം, ശ്രീ ബി എൻ ഹസ്കർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് ഇ പി ജയരാജൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്. അത് ഇ പി ജയരാജൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാണെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. കാരണം അദ്ദേഹം LDF-ന്റെ കൺവീനറാണ്, വളരെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നണിയെ നയിക്കുന്ന ആളാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്, അവിടെ അവസാന വാക്ക് പറയുന്ന ആളാണ്, അതിനെ ഗൈഡ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് 3-4 BJP 2ാം സ്ഥാനം. അദ്ദേഹം 2ാം സ്ഥാനം ഒന്ന് സ്വാഭാവികമായിട്ടുള്ളൂ. 1ാം സ്ഥാനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടി തോക്കും എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല. 2ാം സ്ഥാനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അവിടെ കൃത്യമായിട്ട് ഫൈറ്റിലുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP കൃത്യമായി ഇടം നേടിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിന് കൃത്യമായ സർട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത് കേരളം ഭരിക്കുന്ന മുന്നണി തന്നെയാണ്. അവരുടെ കയ്യിലല്ലേ സംവിധാനങ്ങളുള്ള, ഇവിടുത്തെ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ് ഉണ്ടാവുമല്ലോ. ആ റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP-യുടെ അത്രയും പ്രഗത്ഭരായ ആൾക്കാരെയാണ് ഫീൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ആ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP ജയിക്കണമെന്ന് ഒരു താല്പര്യവും ഉണ്ടാകാത്ത രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള നേതാക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതിനകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് ഒരിക്കലും BJP ഒരിടത്ത് വളർന്നു വരുന്നതിനോട് താല്പര്യമില്ല. കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. അവർ ഒരു കാരണവശാലും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. BJP നിർത്തിയിരിക്കുന്നത് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണെന്നോ അവർക്ക് ജയസാധ്യതയുണ്ടെന്നോ അവർ ജയിക്കാനുള്ള സാഹചര്യമുണ്ടെന്നോ ഒന്നും ഒരിക്കലും തന്നെ സേനാപതി വേണോ ആകട്ടെ മറ്റ് കോൺഗ്രസിന്റെ വക്താക്കളാകട്ടെ അവർ പറയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. പിന്നെ വന്നവരുടെ കൂട്ടത്തിൽ നിഴലാണോ ഉള്ളത്, ആൾക്കൂട്ടമാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാമെന്നേ. CK പത്മനാഭനെയാണ്, അല്ല സമുന്നതനായ നേതാവാണ്. അല്ല CK പത്മനാഭന്റേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരിക്കും. ഞാൻ അഭിപ്രായം കണ്ടില്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതാണ് പറഞ്ഞത്, ഈ വേണു പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, അവരുടെ നിഴൽ പോലും ഇല്ല എന്ന്. അല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. എന്തായാലും പാർട്ടിയുടെ സംസ്ഥാന ഒഫീഷ്യൽ നേതൃത്വത്തിനോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനോ, ഇപ്പൊ അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തി BJP-യിലേക്ക് വന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ മാത്രം അറിവോടുകൂടിയല്ലോ, അത് കൃത്യമായ കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ്. കാരണം അദ്ദേഹത്തിന് ഒഫീഷ്യലി ചുമതല നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് കേന്ദ്രത്തിലാണ്. അദ്ദേഹം BJP-യുടെ നാഷണൽ സെക്രട്ടറിയും നാഷണൽ സ്പോക്സ് പേഴ്സണും ആയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന്റെ നാഷണൽ ത്തിരുന്ന വ്യക്തിയാണല്ലോ അനിൽ ആന്റണി. അദ്ദേഹത്തിന്റെ കൂടെ നിഴലാണോ ഉള്ളത്, അദ്ദേഹത്തിന്റെ കൂടെ മറ്റെന്തെങ്കിലും ആണോ ഉള്ളത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഒന്നുമില്ലാതിരുന്നുകൊണ്ടാണ് അവരിവിടെ പിടിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന്റെ നാഷണൽ ഹെഡാക്കി ഇരുത്തിയിരുന്നത് അല്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നുകൊണ്ട് തന്നെയല്ലേ. പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ CET കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്. ഒരു CET കോളേജിൽ ഒരു വ്യക്തിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എത്രയോ പ്രഗത്ഭനായ വ്യക്തിയായിരിക്കണം. ഇപ്പോൾ ഞാനും എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ഒരാളാണ്, അതുകൊണ്ട് എനിക്കറിയാം അവിടെ എങ്ങനെയാണ് അവിടെയല്ല പഠിച്ചത്, പക്ഷേ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത്രയും മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അത് ക്രാക്ക് ചെയ്ത് കയറിയ ഒരാളാണ് അനിൽ ആന്റണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ നമുക്ക് അങ്ങനെ എഴുതി തള്ളാനൊന്നും കഴിയില്ല. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതായ മേഖലകളിൽ കഴിവുള്ള വ്യക്തി തന്നെയാണ്. അങ്ങനെ ഒരു പുതിയ തലത്തിലുള്ള ആൾക്കാർ പൊളിറ്റിക്സിലേക്ക് വരട്ടെന്നേ, അല്ലാണ്ട് വെറുതെ കുറെ ആൾക്കൂട്ടം മാത്രമല്ലല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാലിബർ ഒരാൾക്കുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെതായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാം. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു, ഇവിടെ BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാരയുണ്ടെന്ന്. അത് ഈ വടകര സീറ്റും തൃശ്ശൂർ സീറ്റും അവിടെ മാറ്റം വന്ന സമയത്തായിരുന്നു. അത് രാജസ്ഥാനിൽ രാജ്യസഭാ സീറ്റ് BJP-ക്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ കൊണ്ടുവന്നത്. അതുപോലെ ഈ ബൈ ഇലക്ഷൻ വരുമ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് BJP-ക്ക് ജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് കോൺഗ്രസ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് അന്തർധാര ഉണ്ട് എന്നുള്ള കാര്യം ഉന്നയിക്കാം ഒരു തെളിവുമില്ലാതെ, പക്ഷേ തിരിച്ചു വരുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഇന്നത്തെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായി CoALP സഖ്യം എന്ന് കേരളത്തിൽ പ്രഗത്ഭമായ ഒരു രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസ് ലീഗ് BJP സഖ്യം കേരളത്തിൽ സ്പഷ്ടമായി ഉണ്ടായിരുന്നു എന്നുള്ളതും അത്തരത്തിൽ ഒരു രഹസ്യ അന്തർധാര ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയായിരുന്നല്ലോ.
ആ വസ്തുതകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ BJP-യും കോൺഗ്രസും തമ്മിൽ ചില രഹസ്യധാരണകളുണ്ട് എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് വടകര സീറ്റിൽ, വടകര പോലുള്ളൊരു പ്രദേശത്ത് ഷാഫി പറമ്പിലിനെ പോലെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹം യുവജനങ്ങളുടെ ഒരു നേതാവും യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതായ നേതാവും ഒക്കെ ആയിരുന്നു എങ്കിൽ പോലും വടകര മണ്ഡലത്തെ പോലൊരു സ്ഥലത്ത് മത്സരിപ്പിച്ച് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ കോൺഗ്രസ് വെച്ചുമാറ്റം നടത്തിയതു തന്നെ തൃശ്ശൂരുമായി വെച്ചുമാറ്റം നടത്തുന്നത് സ്വാഭാവികമായും ആരെയൊക്കെയോ സഹായിക്കാനാണെന്ന് സംശയം ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാനാവില്ല. അല്ല, ആരെങ്കിലും ഒന്നുമല്ല പ്രകടിപ്പിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ MP രാജേഷിനെ പോലെയുള്ള മന്ത്രിമാർ ഇവരൊക്കെയാണ്. മാത്രമല്ല, അത് CPM സംസ്ഥാന സെക്രട്ടറിയും ഇക്കാര്യം പറയുകയുണ്ടായി. ഇതങ്ങോട്ട് ഏറ്റെടുക്കുകയായിരുന്നു CPM മുഴുവനായിട്ടും. പക്ഷെ അത് വിജയിച്ച് കണ്ടില്ല. അവിടെ ഈ കോലീബി എന്നുള്ള ലീഗിനെ കൂടി അതിനിടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് BJP എന്നതിന് പകരം കോലീബി എന്നുള്ള പഴയ ഫോർമുല അത് മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. അതാരും അത്ര കണ്ട് വിശ്വസിച്ചില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പിന്നെ ആ പ്രചാരണത്തിൽ നിന്ന് പിന്മാറിയെന്ന് തോന്നുന്നു. സംസ്ഥാന വ്യാപകമായി അങ്ങനെ പ്രചാരണമില്ല, മണ്ഡലം കേന്ദ്രീകരിച്ച് ഉണ്ടാവാം ഇപ്പോഴും. ഞാൻ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാം ഈ മുൻപുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. അങ്ങനെയാണെങ്കിൽ തിരിച്ചും കാര്യങ്ങൾ പറയുവാൻ UDF-നും അർഹതയുണ്ട് സർ. മഞ്ജുഷ, ഇത് UDF ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ള അർത്ഥത്തിലല്ല നാം കാണേണ്ടത്. ഒരുപക്ഷെ സഹ EP പറഞ്ഞിട്ടുള്ളത് ആ വസ്തുതയെ മുൻനിർത്തി വളച്ചൊടിക്കപ്പെട്ട് അത് BJP-യെ സഹായിക്കുന്നതിനു വേണ്ടി CPM എടുക്കുന്ന നിലപാടായി മാറ്റിമറിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങൾക്ക് പരമാവധി സീറ്റുകൾ, ഞങ്ങൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഇന്ന് ഭരണത്തിലുള്ളൂ. മാത്രമല്ല കോൺഗ്രസ് ഇന്ന് 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭരണത്തിലുള്ളൂ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രസ്ഥാനം ഏറ്റവും ദുർബലമായി നിൽക്കുന്നു. ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഇന്ത്യ നാളെ അതിജീവിക്കണമെങ്കിൽ ഈ ഭരണകൂടത്തെ ഇല്ലാതാക്കിയേ മതിയാകൂ. അവിടെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് നടത്തുന്നത്. അതാണ് സേനാപതി പറഞ്ഞത്, ഇന്ത്യ സഖ്യത്തിൽ അതിൽ CPM-ന് വലിയ താല്പര്യമില്ല. അവർ പറയുന്നത് KC-യെ കൊണ്ട് മത്സരിപ്പിച്ചതിനെ കുറിച്ചും രാഹുൽ ഗാന്ധിയെ കൊണ്ട് മത്സരിപ്പിച്ചതിനെയും കുറിച്ചാണെന്ന്. അതേ അവർക്ക് പ്രശ്നമായിട്ടുള്ളൂ. അല്ലാതെ എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്നോ എത്ര സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടുമെന്നോ എന്നുള്ള ഒരു ആശങ്കയും CPM-ന് ഇല്ല എന്ന്. അത് വാസ്തവമാണല്ലോ. അതുപോലെ തന്നെ EP-യാണ് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നത്. അത് മാത്രമല്ല, EP-യാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാരണം EP-ക്ക് ഇങ്ങനെ ബിസിനസ് ബന്ധങ്ങൾ ഉള്ളത് അത് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണല്ലോ. ബിസിനസ് ചെയ്യാം, പക്ഷെ അങ്ങനെയല്ലല്ലോ EP-യുടെ ഓരോ ഇടപാടുകളും വരുന്നത്. ദല്ലാൽ പണി പോലും എടുക്കുവാൻ EP തയ്യാറാവുകയാണ്. മനുഷ്യ വൈദേഹവുമായി ബന്ധപ്പെടുത്തിയാണ് EP-യെ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനവുമായി കണക്ട് ചെയ്യുന്നതെങ്കിൽ വൈദേഹവുമായി അദ്ദേഹത്തിന് യാതൊരു തരത്തിലെ ബന്ധവുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹം അവിടെ ഒരു അഡ്വൈസർ ആണെന്നുള്ള കാര്യം. അഡ്വൈസർ എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യയും മകനും നിക്ഷേപകരായിട്ടുള്ള, അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റു പലർ നിക്ഷേപകരായിട്ടുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ എന്റെ ഉപദേശകനായി അദ്ദേഹം ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ബിസിനസ്സുമായി നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് കരുതാൻ കഴിയാവുള്ളൂ. കമ്പനി കാര്യ നിയമത്തിന്റെ കീഴിൽ, കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് വൈദേഹം റിസോർട്സ്. അല്ല, അദ്ദേഹം അത് സമ്മതിച്ചാൽ എന്താണ്? ഇതിപ്പോൾ നാട്ടിലെല്ലാം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ചില സമയത്ത് സമ്മതിക്കുകയും ചില സമയത്ത് സമ്മതിക്കാതിരിക്കുകയും, ബിസിനസ് ഉണ്ടായാൽ എന്ത് കുഴപ്പമുണ്ടെന്ന് ചോദിക്കുകയും, മറ്റു ചില സമയങ്ങളിൽ ഒരു ബിസിനസ് ബന്ധവുമില്ല എന്ന് പറയുകയും ചെയ്യുന്നതിലുള്ള വൈരുദ്ധ്യമാണ്. അപ്പോൾ EP എന്തൊക്കെയോ മറിക്കുന്നു എന്നതിൽ അർത്ഥമാകുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് EP ജയരാജന്റെ ഈ തരത്തിലുള്ള ചാടിക്കളികളാണ്. അങ്ങനെയല്ല, വൈദേഹവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത് നിയമപരമായും രാഷ്ട്രീയപരമായും സത്യസന്ധമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൈദേഹവുമായി അദ്ദേഹത്തിന് അഡ്വൈസർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമാണ്. ആ നിരാമായ റിട്രീറ്റ്സ് വൈദേഹം ഏറ്റെടുത്തതോടുകൂടി ആണല്ലോ ഈ വിവാദങ്ങളൊക്കെ വരുന്നത്. നിരാമയയിലെ ഇൻവെസ്റ്റർ എന്ന നിലയിലാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് വരുന്നത്. ജൂപ്പിറ്റർ ക്യാപിറ്റൽസിന്റെ പ്രവൃത്തി എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽസിനും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് നടത്തി വരുന്നത്. അത് ഇന്നും ഇന്നലെയും എന്നല്ല, 9 രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽസ്. അതിന്റെ ഫൗണ്ടർ ചെയർമാൻ എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. അതേ ഒരു വ്യവസായിയാണ്. സ്വാഭാവികമായി നിരാമയ ഏറ്റെടുക്കുന്നതോടുകൂടി വൈദേഹവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ബന്ധമുണ്ടെന്ന് ശ്രീ VD സതീശൻ ആരോപിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം
ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ ആ തെളിവ് പുറത്തുവിടാനുള്ള രാഷ്ട്രീയ മര്യാദ ശ്രീ വി ഡി സതീശൻ കാണിക്കേണ്ടതായിരുന്നല്ലോ. അങ്ങനെ അദ്ദേഹം നാളിതുവരെ ഒരു തെളിവ്, ഇപ്പോ 24 മണിക്കൂർ കഴിഞ്ഞു അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ട്, അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെടുകയും അത് നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും ആ തെളിവുകൾ പുറത്തുവിടാനുള്ള രാഷ്ട്രീയ മര്യാദ ശ്രീ വി ഡി സതീശൻ കാണിക്കേണ്ടത്. നമുക്കറിയാം ശ്രീ വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും ദുർബലനായിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുർബലനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഇങ്ങനെ നിരവധി തവണ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒരു ഇയാം പാർട്ടിയുടെ ആയുസ് പോലും ഇല്ലാതെ ആ ആരോപണങ്ങളൊക്കെ തന്നെ ആ പകല് അവസാനിച്ച് രാത്രിയോട് അങ്ങനെയാണെങ്കിൽ ദുർബലനായ ഒരു LDF കൺവീനറായി മാറുകയാണ് EP ജയരാജനും. EPക്ക് ഇപ്പോൾ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനല്ല, LDFന്റെ പ്രചരണം നയിക്കുന്നത് EP ആണ്. ആ EP LDFന്റെ കൺവീനറുമാണ്. അപ്പോ ആ അർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് ഈ പ്രചരണത്തിന്റെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഏറ്റവും മുഖവിലേക്ക് എടുക്കേണ്ടത്. BJPയും LDFും തമ്മിലാണ് ഇവിടെ മത്സരം വരുന്നത്, അതിൽ സംശയമില്ലല്ലോ. അങ്ങനെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ പറഞ്ഞു. CPMന്റെ നിലപാട് CPMന്റെ വിലയിരുത്തലാണ്. ആ വിലയിരുത്തൽ എന്ന് പറയുന്നത് ആഴ്ചകളിൽ കൂടുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന വിലയിരുത്തലുകളാണ്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ UDFും LDFും തമ്മിലാണ് കേരളത്തിൽ മത്സരം നടക്കുക. ഒരാൾ ഒരു കാര്യം പറയും, മറ്റൊരാൾ വേറൊരു കാര്യം പറയും, അണികൾ അപ്പോൾ എന്താവും? ആശയക്കുഴപ്പത്തിലാവും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു അവസരത്തിലാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. തുടർച്ചയായ സന്ദർശനങ്ങളാണ് ജനുവരി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് ഇത് നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് നാളത്തെ വരവ് പാലക്കാട്ടേക്കുള്ള വലിയൊരു റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് എന്തോ നേടുവാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണല്ലോ മോദിയുടെ ഈ വരവ്. നിങ്ങൾ ഇതിനെയും ആശങ്കയോടെയാണോ കാണുന്നത്? പ്രത്യേകിച്ച് പാലക്കാട് കഴിഞ്ഞ തവണ പൊരിഞ്ഞ പോരാട്ടത്തിൽ നിങ്ങൾ നേടിയെടുത്ത ഒരു മണ്ഡലമാണ്. അല്ല, ഞങ്ങൾ ഇതിലൊരു ആശങ്കയും കാണുന്നില്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇപ്പോ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ശ്രീ ഹസ്കറിനറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് വന്ന ഒരേ ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം അവര് 3ാം സ്ഥാനത്ത് ആണ് നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയെങ്കിലും വന്ന് പ്രസംഗിച്ചോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ഉത്കണ്ഠയുമില്ല, ഒരാശങ്കയുമില്ല. പക്ഷേ ശ്രീ ഹസ്കർ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അത് വടകരയെ സംബന്ധിച്ചിടത്തോളം. വടകരയിൽ ഞങ്ങളൊരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ആരെ സഹായിക്കാനാണ്? അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നു പ്രഫുൽ കുമാർ ആണെന്ന് തോന്നുന്നു അല്ലെ, വടകരയിലെ പ്രഫുൽ കൃഷ്ണ ആണ് ഈ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തെ സഹായിക്കാനെന്നൊക്കെ ഹസ്കറെ പോലെ ഒരാള് പറയുന്നത് തന്നെ എന്താ പറഞ്ഞേ, അതൊരു മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും ഔചിത്യമുള്ള ഒരു കാര്യമല്ല. ഞങ്ങൾ വടകരയിൽ ശ്രീ ഷാഫി പറമ്പിനെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ CPMന്റെ ഒരു വിലയിരുത്തൽ കോലീബിയാണല്ലോ. അപ്പോൾ കോൺഗ്രസ് ലീഗ് BJP സഖ്യം എന്ന് പറയുമ്പോൾ അവിടെ ഷാഫിയുടെ വിജയമാണ്. അതുകൊണ്ടാണല്ലോ അവിടെ പാലക്കാട് ബൈ ഇലക്ഷൻ വരുമെന്നും അവിടെ BJPയെ തിരിച്ച് സഹായിക്കും നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യവും CPM ഉന്നയിക്കുന്നത്. അല്ല, അപ്പൊ ഏതായാലും CPM ഒരു കാര്യം സമ്മതിച്ചല്ലോ, വടകരയിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ CPMന് തർക്കമില്ല. ഇനി പാലക്കാട്ടെ വരട്ടെ, പാലക്കാട്ട് നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാവുന്നേ, അന്നേരം നമുക്ക് നോക്കാം. അപ്പോ വരുന്നതല്ലേ, ഇനിയിപ്പോ സമയമുണ്ടല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു ഘട്ടത്തിലേക്ക്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ശ്രീ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല. കേരളത്തിൽ അങ്ങനെ ഞങ്ങൾ ഈ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന പ്രഖ്യാപനവുമായിട്ട് ചിലർ വന്നു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അത് ലീഡറുടെ തട്ടകമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രധാനമന്ത്രി എവിടെയും വരട്ടെ, പക്ഷേ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പം ഒരു കാര്യം കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് മഞ്ജുഷേ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എത്രമാത്രം നോക്കുകുത്തിയായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം. വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപിച്ചിരുന്ന അങ്ങ് ഡേറ്റ് നോക്കിയായിരുന്നു. വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജൂൺ മാസം 1-ാം തീയതിയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവസാനം അദ്ദേഹത്തിന്റെ പ്രചരണവുമായിട്ട് വാരണാസിയിൽ വരുന്നതിന് വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പുകൾ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനിലൊക്കെ നടക്കുന്നത്. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ന് പുടിന്റെ തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രഖ്യാപനം വന്ന ദിവസമാണ്. അപ്പൊ പുടിൻ പറഞ്ഞിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യത്തിൽ ഒന്നാണ് റഷ്യയിൽ നടന്നിരിക്കുന്നത്. 80% വോട്ടും പുടിനാണ്.
അവിടെ പുടിൻ മാത്രമേ സ്ഥാനാർത്ഥിയുള്ളൂ. ബാലറ്റ് പേപ്പറിൽ പുടിന്റെ പേരേ ഉള്ളൂ, പുടിന്റെ ചിഹ്നമേ ഉള്ളൂ. വേറെ ആരും മത്സരിക്കുന്നില്ല. അവിടെ വോട്ട് ചെയ്യുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണെന്ന് അറിയത്തില്ല. അവിടെ പുടിന് മാത്രമേ ഉള്ളൂ. എന്നതുപോലെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണോ? പ്രധാനമന്ത്രിക്ക് രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ജൂൺ മാസം 1-ാം തീയതി, പിന്നെ അതോടുകൂടി അങ്ങ് അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ഉത്തർപ്രദേശിലെ 7 ഘട്ടങ്ങളിലായിട്ടാണല്ലോ നടത്തുന്നത്. അതുകൊണ്ടല്ലേ ഉത്തർപ്രദേശ്, ബീഹാർ, പിന്നെ മറ്റു ഞാൻ ചോദിക്കുന്നത്, ഈ 7 ഘട്ടത്തിൽ വാരണാസിയിലെ ജൂൺ മാസം 1-ാം തീയതി വന്നത് അത് നിർദോഷമാണെന്ന് മഞ്ജുഷ കരുതുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ശ്രീ സേനാപതിയോട് ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഏപ്രിൽ 19-ാം തീയതിയാണ് 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ്. ഈ 1-ാം ഘട്ടത്തിൽ തന്നെ വാരണാസി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് നടന്ന് ജൂൺ 1-ാം തീയതി വരെ പ്രചരണം നടത്തിക്കൂടെ? അങ്ങനെ ചിന്തിച്ചൂടെ? ഈ അവസാനം വരെ അവിടെ വെച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് മുള്ളിന്റെ പുറത്ത് നിൽക്കുന്നത് പോലെ ഇവിടെ വരണം, അവിടെ പോകണം, ആ രീതിയിലാക്കേണ്ടുന്ന കാര്യമുണ്ടോ? പിന്നെ 2 എന്ന് പറയുന്നത്, നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം വാരണാസിയിൽ അദ്ദേഹം വോട്ട് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ലെന്നേ. അദ്ദേഹം ജയിച്ചോളൂ. അവിടെ നിങ്ങൾ ആരാ അവിടെ പോയി തോപ്പിക്കാൻ പോകുന്നത്? സമാജ്വാദി പാർട്ടിയാണോ? കോൺഗ്രസ് ആണോ? കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ലോജിക്ക് ഫീൽ ചെയ്യണ്ടേ? അവസാന ഘട്ടം വാരണാസി വെച്ചു എന്ന് അതുകൊണ്ട് എന്ത് നേട്ടമാണ്? അതുകൊണ്ട് എന്താണ് നേട്ടം? അവിടെ നരേന്ദ്രമോദിജിക്ക് വാരണാസിയിൽ അദ്ദേഹം പോയി പ്രചരണം നടത്തിയാലേ ജയിക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? പ്രധാനമന്ത്രിക്ക് നാട് മുഴുവൻ തെരഞ്ഞെടുപ്പ് പറഞ്ഞ ഇടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരിടത്തും പോകാതെ ഒരു ബ്രേക്കും ഇല്ല. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. പോയില്ലെങ്കിൽ പോലും അദ്ദേഹം 5 ലക്ഷം വോട്ടിന് അവിടെ ജയിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോ വോട്ട് ചോദിക്കാൻ സൗകര്യത്തിന് അവസാനത്തേക്ക് വെച്ചു എന്നൊക്കെ പറയാം. ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകും. മണിക്കൂറുള്ളപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 72 മണിക്കൂറുള്ളപ്പോൾ അരുൺ ഗോയൽ രാജിവെക്കുന്നു. 48 മണിക്കൂറിൽ വേറെ 2 പേരാകുന്നു. ഇവരൊക്കെ എവിടുന്ന് വരുന്നു? എന്താണ് ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം? ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ മേലാത്തൊന്നുമല്ല. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ രീതിയിൽ എന്താ പറഞ്ഞ സ്വാധീനങ്ങൾക്ക് വഴങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്നുള്ള ഒരു അപകടകരമായ സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് മഞ്ജുഷെ. അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ആ കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഞാൻ അവസാനമായി ശ്രീ യുവരാജ് ഗോകുൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ പാലക്കാട് സന്ദർശനം, അപ്പോൾ ഇതിവിടെ ഈ അന്തർധാര സജീവം എന്നുള്ള ആ ഒരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് മോദിയുടെ തുടർച്ചയായ വരവ് കേരളത്തിലേക്ക്. അല്ല, കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ന് അദ്ദേഹം കോയമ്പത്തൂരിലല്ലേ. തമിഴ്നാടും കേരളം എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു MP മാരെ പോലും കിട്ടാത്ത 2 സ്റ്റേറ്റുകളാണ്. BJP ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് 370 സീറ്റുകളാണ്. നമ്മൾ കഴിഞ്ഞ തവണ ജയിച്ച 303 സീറ്റുകളിൽ നിന്ന് ഒരു സീറ്റ് പോലും കുറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ 100% കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഇനി അധികമായിട്ട് വരേണ്ടത് 67 സീറ്റുകളാണ്. ആ 67 സീറ്റുകൾ എവിടെ നിന്ന് വരണം? അത് കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരണം. അത് ഏതാണ്ട് 59 MP മാരുള്ള കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കൂടുതൽ ഫോക്കസ് ഇങ്ങോട്ടേക്ക് കൊടുക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സേനാപതി വേണു ഇദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം വാരണാസിയിൽ പോകാൻ വേണ്ടിയാണ് അവസാനം. അദ്ദേഹത്തിന് വാരണാസിയിലൊന്നും പോകേണ്ട കാര്യമില്ലെന്നേ. ഉത്തർപ്രദേശിലെ 80 സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 77, 78, 79 സീറ്റും BJP തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ 77 പേർക്ക് അവിടെ ജയിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിജിക്ക് ഇനിയിപ്പോൾ ജൂൺ 1-ാം തീയതി അവിടെ പോയി വോട്ട് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതിനെന്ത് ലോജിക്കാണുള്ളത്? അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രശ്നവും BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ്. നന്ദി ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ സേനാപതി വേണു, ശ്രീ BN ഹസ്കർ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP അന്തർധാരയോ? അന്തർധാരയുണ്ടെന്ന് 57% പ്രേക്ഷകർ, ഇല്ല എന്ന് 39%, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.